അതായത് ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. മരിക്കുന്നൊരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ ആന്ന. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. പിന്നെ ഈ നടിമാരുണ്ടല്ലോ, നടിമാര് പേഴ്സണലി ഈ പറയുന്ന പ്രമുഖ നടിമാര് ഓൺലൈൻ മീഡിയയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര മണിക്ക് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ വരും, ഞങ്ങൾ 11:30 ലുലുമാളി വരും എന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കറിയാം. അങ്ങനെ പറയാറുണ്ട്. എനിക്കറിയാം, പറയാം. എത്ര പേരുണ്ട് വരാറുള്ള സമയം അല്ല സാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നേരത്തെ ഇത് മുൻകൂട്ടി സാർ നേരത്തെ ഇത് മുൻകൂട്ടി അറിയാൻ ഓൺലൈൻ മീഡിയക്കാരനെ കണിയന്മാരാണോ? ഇന്ന നടി 12:30 ലുലുമാളി വരും. പ്രമുഖ നടി ആ കാണുന്നുണ്ടോ? അതായത് എയർപോർട്ടിൽ ഇത്ര സമയം വരും, നിങ്ങൾ 10 മീഡിയ കാണണം, ഇത്ര രൂപ തരും. പണി പിന്നെയും പാളി. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇത്ര രൂപ തരും. പിന്നെ എന്ത് കൊടുക്കണം ഓൺലൈൻ മീഡിയക്കാര്? എന്നിട്ട് വന്നു കഴിയുമ്പോൾ നടിമാരെല്ലാം പരിശുദ്ധ. അന്തസ് വേണോടാ, അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്? പുല്ല് വില. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മര്യാദയാവാലോ. ഏത്? ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഗസ്റ്റ് ആണ്, നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കാൻ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെ കേസിന് പോവാം. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ചോദിച്ചോണ്ടല്ലേ അത് വരുന്നത്, ചോദിക്കാണ്ടിരിക്കാലോ. ചോദിക്കാനിരിക്കാണെങ്കിൽ നിങ്ങൾ വിളിക്കാൻ പോകല്ലേ? നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എങ്ങനെയല്ല ഇപ്പൊ അജിൻ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞു, അവർക്ക് ആ നെഗറ്റീവ് കണ്ടാണ് വേണ്ടത്. അതിനാണ് കാശ് മേടിക്കുന്നവര്. അല്ല സാർ, അവരുണ്ട്. അതിനേക്കാളും പൈസ ഇതിനകത്ത് കിട്ടുമെന്നേ. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി.